നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ കേരള രാഷ്ട്രീയത്തിലിപ്പോ എല്ലാവരും ഉറ്റുനോക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ്. അതെ. നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വച്ച് എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാന നീക്കങ്ങൾ, സ്ഥാനാർത്ഥികൾ, പ്രചാരണം, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. ഇതൊരു സാധാരണ ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ പ്രാധാന്യമുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ, ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെങ്കിൽ കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025 .ഓൺലൈൻ എന്ന സൈറ്റിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ പേജ് നോക്കാവുന്നതാണ്. അത് നല്ലതാണ്. അവിടെ വിവരങ്ങൾ കിട്ടും, അഭിപ്രായം പറയാനും പറ്റും. അതെ. അപ്പോ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന കാര്യങ്ങൾ, ഒന്ന് PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ. അതെ. അൻവറിന്റെ കാര്യം ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നൊരു പുതിയ ബാനർ. പുതിയ മുന്നണി, അതെ. കൂടെ ആം ആദ്മി പാർട്ടിയുമുണ്ട്. ഇത് നിലമ്പൂരിലൊരു പുതിയ കളിയാണല്ലോ. ശരിയാണ്. അതൊരു പ്രധാന മാറ്റം തന്നെയാണ്. പത്രിക കൊടുത്തത് 17 പേരായിരുന്നു. 17 പേരോ? ഇപ്പോ സൂക്ഷ്മ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോ 12 പേരാണ് മത്സരരംഗത്തുള്ളത്. 12 പേർ. ഇതിലൊരു രസമുള്ള കാര്യം, PV അൻവറിന് മാത്രമാണ് ഒരു അപരനുള്ളത്. അതെ. അത് ശ്രദ്ധേയമാണ്. വെറുമൊരു അപരൻ. അത് യാദൃശ്ചികമാണോ അതോ ഈ വല്ല തന്ത്രവുമാണോ എന്നതൊക്കെ അത് വോട്ടർമാരല്ലേ തീരുമാനിക്കേണ്ടത്. ശരിയാണ്. അൻവറിനോടുള്ള ഒരു വ്യക്തിപരമായ അടുപ്പം കാണിക്കുന്ന ഒരു സംഭവം നമ്മൾ കേട്ടല്ലോ. മലപ്പുറം AR നഗറിലെ ഒരാള്. കള്ളിയത്ത് അബ്ദുള്ള. അതെ, അബ്ദുള്ള. പണമില്ലെങ്കിൽ വീടും സ്ഥലവും വിറ്റുകൊടുക്കാൻ തയ്യാറാണെന്ന്. UDF ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയുന്നു. അതെ. അത് വളരെ വൈകാരികമായ ഒരു പ്രതികരണമാണ്. ഒരാളോടുള്ള ഒരു ഇഷ്ടം, ഒരു പിന്തുണ. പക്ഷെ അതൊക്കെ വോട്ടായി മാറോ? അത് പറയാൻ പറ്റില്ല. കാരണം വ്യക്തിപരമായ ഇഷ്ടങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് രാഷ്ട്രീയമുണ്ട്, മുന്നണികളുണ്ട്. ശരിയാണ്. ആ പ്രതികരണത്തിൽ ഒരുപക്ഷെ UDFനോടുള്ള ഒരു അമർഷവും കാണാം. ഇനി മറ്റേ ഭാഗത്തേക്ക് വന്നാൽ LDF M സ്വരാജാണു സ്ഥാനാർത്ഥി. അതെ, സ്വരാജ്. അദ്ദേഹത്തിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട പ്രചാരണത്തിനിറങ്ങുന്നു. അതാണ് ഏറ്റവും പ്രധാനം. മുഖ്യമന്ത്രി നേരിട്ട് വരുന്നു. സ്വരാജിനെ പുകഴ്ത്തുന്നു, നിയമസഭ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്താണിതിന്റെ ഒരു ഇമ്പാക്റ്റ്? ഇത് LDF എത്ര ഗൗരവത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. മുഖ്യമന്ത്രി 3 ദിവസം അവിടെ ക്യാമ്പ് ചെയ്യുന്നു. 3 ദിവസമോ? അതെ. 13, 14, 15 തീയതികളിൽ 7 പഞ്ചായത്തുകളിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. ഇത് പ്രവർത്തകർക്ക് വലിയൊരു ഊർജം കൊടുക്കും. വെറുമൊരു സീറ്റ് എന്നതിലുപരി ഇതൊരു അഭിമാന പോരാട്ടമായിട്ടാണ് LDF കാണുന്നതല്ലേ? തീർച്ചയായും. ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് അവർ നൽകാൻ ശ്രമിക്കുന്നത്. അതേസമയം തന്നെ മുഖ്യമന്ത്രി അൻവറിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. വലിയ വഞ്ചന കാണിച്ചു എന്ന്. ആ വാക്ക് ശ്രദ്ധേയമാണ്. വഞ്ചന. എന്തിനായിരിക്കും ആ പ്രയോഗം? ഒന്ന്, ഈ ഉപതെരഞ്ഞെടുപ്പുണ്ടാവാൻ കാരണം അൻവറാണ് എന്ന് സ്ഥാപിക്കാൻ. 2, അൻവറിന്റെ ഒരു രാഷ്ട്രീയ നിലപാടിനെ ചോദ്യം ചെയ്യാൻ. LDF വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താനും. അതെ, അതും ഒരു ലക്ഷ്യമാണ്. മുന്നണി വിട്ടുപോയ ഒരാളോടുള്ള ഒരു താക്കീത് പോലെയും കാണാം. ഇതിനോട് UDF എങ്ങനെയാ പ്രതികരിച്ചത്? അവരും വെറുതെ ഇരുന്നില്ലല്ലോ. ഇല്ലില്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ രംഗത്തു വന്നു. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് മലപ്പുറം ജില്ലയോട് ചതി ചെയ്തത് എന്നാണ്. വഞ്ചനയ്ക്ക് മറുപടി ചതിയോ? അതെ. സ്വർണക്കടപ്പ്, കള്ളപ്പണം എന്നൊക്കെ പറഞ്ഞ് ജില്ലയെ അപമാനിച്ചു എന്നും ചതി എന്ന വാക്കുപയോഗിക്കാൻ യോഗ്യൻ മുഖ്യമന്ത്രിയാണെന്നും വേണുഗോപാൽ പറഞ്ഞു. അപ്പോ ഇത് സർക്കാരിന്റെ ഭരണത്തിനെതിരായൊരു വിധിയെഴുത്താക്കാൻ UDF ശ്രമിക്കുന്നു. കൃത്യമായി. അതാണ് അവരുടെ ലക്ഷ്യം. ചതി എന്ന വാക്ക് തിരിച്ചടിക്കാൻ ഉപയോഗിച്ചത് അത് രാഷ്ട്രീയമായിട്ട് തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ നിലമ്പൂരിലെ ചിത്രം വളരെ വളരെ ചൂടുപിടിച്ചൊന്നാണ്. ഒരു വശത്ത് അൻവർ